ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ക്രിസ്തുവിൽ ഒരിക്കൽ കൂടെ ഏവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 51-52 വാക്യങ്ങൾ. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഇവിടെ കഴിഞ്ഞ ദിവസം മുതൽ നാം നമ്മുടെ മരണാനന്തര ജീവിതത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിപ്പാനിടയായിട്ടുണ്ടല്ലോ. മരണം വിശ്വാസിക്ക് അത് സ്വർഗത്തിലേക്കുള്ളതാകുന്ന ഒരു ചവിട്ടുപടി മാത്രമാണ്. ഉറക്കം പോലെ അത് വളരെ മനോഹരമാണ്. അഥവാ ഒരു ഉറക്കം ഉറങ്ങി എണീക്കുന്നത് പോലെ. പരിണാമ ദിശയിലെ ഒരു പുഴു ഒരു നാൾ ചിത്രശലഭമായി അല്ലെങ്കിൽ ഒരു വർണ്ണത്തുമ്പിയായി പകർന്ന് അകലും പോലെ നാം നമ്മുടെ മൺകൂടാരമാകുന്ന ഈ ജഡശരീരം വിട്ട് സ്വർഗീയ നാട്ടിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ വായിച്ച വാക്യത്തിൽ പൗലോസ് ആ മർമ്മത്തെ കുറിച്ച് വർണ്ണിക്കുന്നത്. പകലത്തെ അധ്വാനം കഴിഞ്ഞ് ഉറങ്ങുന്നവരെ പോലെ, അഥവാ ഒരു കർഷകൻ അവന് കാളയെ ആ കലപ്പയിൽ കെട്ടി ഒഴിവിച്ച് ആ ചേറിലൂടെ ഒരു ആ വസ്ത്രവും ധരിച്ച് താന് വളരെ കഠിനാധ്വാനം ചെയ്ത് ആ ഒഴിവിച്ചു കഴിഞ്ഞ് ആ കാളയെ നുഖത്തിന്റെ കീഴിൽ നിന്ന് മാറ്റി കുളിപ്പിച്ച് നിർത്തുകയും താനും കുളിച്ച് ആ പകലത്തെ ചേർപിടിച്ച വസ്ത്രങ്ങളെല്ലാം മാറ്റി സന്ധ്യയ്ക്ക് അല്ലെങ്കിൽ രാത്രിയില് ഒരു നിദ്രയിലേക്ക് കടന്നു പോകുന്നത് പോലെ മാത്രമാണ്, അല്ലെങ്കിൽ പകലത്തെ അധ്വാനം കഴിഞ്ഞുള്ള ഒരു ഉറക്കം പോലെ മാത്രമാണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം മരണം. അഥവാ പ്രസവ വേദന കൊണ്ട് ഉളയുന്ന ഒരു സ്ത്രീ, അവൾ ആ കുഞ്ഞിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ആ പുതിയ ഒരു ജനനം അവൾ കണ്ടു കഴിയുമ്പോൾ അവളുടെ അതേവരെയുള്ളതായ സകല വേദനകളും മറക്കുന്നത് പോലെയുമാണ്. മരണം അനശ്വരമായ ഒരു ദന്തഗോപുരത്തിന്റെ താക്കോലാണെന്ന് പ്രസിദ്ധ ഇംഗ്ലീഷ് കവിയായ മിൽട്ടൺ പറയുകയുണ്ടായി. ഭക്തനായ സാധു സുന്ദർ സിംഗ് മൺമയമായ ജഡത്തിൽ നിന്നും ആത്മാവ് അതിന്റെ രൂപത്തിലേക്ക് മാറ്റപ്പെടുന്നതാണ് മരണമെന്ന് താൻ പറയുവാനിടയായി. ദർശനങ്ങളിൽ പല പ്രാവശ്യം സ്വർഗം ദർശിച്ചിട്ടുള്ള അദ്ദേഹം പറയുന്നത്, സ്വർഗത്തിലെത്തുന്ന സകലരും യേശുവിന്റെ രൂപാന്തരത്തിലും ഭാവത്തിലും വസിക്കുവാനായിട്ട് ഇടയായിത്തീരും എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല, വിശുദ്ധ തിരുവചനവും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. വിശുദ്ധനായ ഡോക്ടർ ഗുഡിൻ ഇപ്രകാരം തന്റെ മരണസമയത്ത് പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഇതാകുന്നുവോ മരണ താഴ്വര. ഇത് പ്രകാശത്തിന്റെ താഴ്വരയാണ്. ഇത് അന്ധകാരത്തിന്റെ താഴ്വരയല്ല, ഇത് പ്രകാശത്തിന്റെ താഴ്വരയാണ്. ഇത്രയും നല്ല സ്നേഹിതനെ, ഒരു ശത്രുവിനെ പോലെ ഇത്രയും കാലം ഞാൻ ഭയപ്പെട്ടിരുന്നല്ലോ എന്നാണ് തന്റെ മരണസമയത്ത് താൻ പറയുവാനായിട്ട് ഇടയായി തീർന്നത്. അഥവാ പരദേശ മോക്ഷയാത്ര എന്ന ആ വലിയ നോവൽ രചിച്ച ജോൺ ബെനിയൻ താൻ പറയുന്നത്, ജഡനാശം എപ്പോഴെങ്കിലും വരട്ടെ, മനുഷ്യാത്മാവിന് നാശം വരുത്തുവാനായിട്ട് ഒന്നിനും കഴിയുകയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. വീണ്ടും ജനിക്കാത്ത സകലരും മരണത്തെ ഭയപ്പെടുകയാണ്. നിരീശ്വരന്മാർ മരണസമയത്ത് അവന് അലമുറയിട്ട് ശാപവാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് കരയുന്നതാണ് കാണുവാൻ കഴിയുന്നത്. ഫ്രഞ്ച് സാഹിത്യകാരനും വലിയ
നിരീശ്വരനുമായിരുന്ന വോൾട്ടയറുടെ അന്ത്യം വളരെ ഭയാനകമായിരുന്നു. എനിക്ക് എന്ത് സംഭവിപ്പാൻ പോകുന്നു? മുന്നിൽ കൂരിരുട്ട് മാത്രമെന്ന് ഞാൻ കാണുന്നു. ഞാനിതാ ദൈവത്താലും മനുഷ്യരാലും കൈവിടപ്പെട്ടവനായി മരിക്കുന്നു എന്ന് താൻ മരണസമയത്ത് പറയുവാനിടയായി. അതിനു മുൻപ് താൻ ഒരു നിരീശ്വരവാദിയായിരുന്നപ്പോൾ പറഞ്ഞത്, അടുത്ത 100 വർഷങ്ങൾക്ക് ശേഷം അഥവാ ഈ ബൈബിൾ ലോകത്തു നിന്നും അപ്രത്യക്ഷമാകുമെന്ന് പറഞ്ഞുകൊണ്ട് താന് ബൈബിളിനെ നിന്ദിപ്പാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ആ നിരീശ്വരനായ ആ ഫ്രഞ്ച് വിപ്ലവകാരി ഫ്രഞ്ച് വിപ്ലവത്തിലൂടെ നരകത്തെ നടത്തുവാനായിട്ട് നേതൃത്വം കൊടുത്ത ആ വിപ്ലവകാരിയുടെ അതിവേദനയോടെയുള്ള വാക്കുകൾ നമുക്ക് കാണുവാനായിട്ട് മരണസമയത്ത് കാണുകയാണ്. തന്നെ ശുശ്രൂഷിച്ച നേഴ്സ് പറഞ്ഞത്, യൂറോപ്പിലെ സകല സ്വത്തുക്കളും എനിക്ക് നൽകിയാലും ഇങ്ങനെയുള്ള ഒരു നിരീശ്വരവാദിയുടെ മരണക്കിടക്കയിൽ എനിക്ക് ശുശ്രൂഷിപ്പാനിടയാകരുത്. അങ്ങനെയുള്ള സകല സ്വത്തുക്കൾ നൽകിയാലും അത് തനിക്ക് വേണ്ട എന്നാണ് താൻ പറയുവാനായിട്ട് ഇടയായി തീർന്നത്. അതേ പ്രിയമുള്ളവരെ, ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം എത്രയോ പ്രത്യാശയാണ് തന്റെ മരണാനന്തര ജീവിതത്തിലെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമാക്കുകയാണ്. അതാണ് പൗലോസൂടെയും പറയുന്നത്, ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. അതെ, അതാണ് നമുക്ക് ഈ ലോകത്തിലെ പ്രത്യാശ. വിശുദ്ധ തിരുവചനം നമുക്ക് നൽകുന്ന പ്രത്യാശ, വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കളുടെ പ്രത്യാശ. ആ പ്രത്യാശയോടെ നമുക്കായിരിക്കാം ദൈവകരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് ഫലമേൽപ്പിക്കാം. ജീവിതയാത്രക്കാരാ